അങ്ങനെ ഒരുപാട് നാൾ നമ്മൾ കാത്തിരുന്ന ആ ഒരു ഡ്രീം ഡെസ്റ്റിനേഷനിലേക്കാണ് നമ്മൾ പോയത്. ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് അവിടെ നമ്മൾ കണ്ട ഓരോ ബ്യൂട്ടിഫുൾ വില്ലേജസ്, മൗണ്ടെയ്ൻസ്, ഓരോ പീസ്ഫുൾ മൊമെൻറ്റ്സ് ഒക്കെയാണ് കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് പോയ ഡെസ്റ്റിനേഷൻ ഗ്രിൻഡൽവാൾഡ് ഫിയസ്റ്റ് ആണ്. നമ്മൾ ഇന്റർലാക്കനിൽ നിന്ന് ഒരു ഗ്രിൻഡൽവാൾഡ് ഫിയസ്റ്റിലേക്ക് ഒരു 20 മിനിറ്റ്സ് ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ ഈ കേബിൾ കാറിനായിട്ട് പോകുന്നത്. ഭയങ്കര ബ്രെത്ത് ടേക്കിംഗ് വ്യൂ ആണ് കേട്ടോ. അവിടുത്തെ വാലിയും മൗണ്ടെയിനും ഗ്ലേഷ്യറൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് മുകളിലെത്താം. അവിടെ എത്തി നമ്മൾ ഫസ്റ്റ് ചെയ്തത് അവിടുത്തെ ഐക്കോണിക് ആയിട്ടുള്ള ഈ ക്ലിഫ് വാക്കാണ് കേട്ടോ. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അങ്ങനെ ക്ലിഫ് വാക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ പോയത് ഒരു ലേക്ക് കാണാനാണ്. ആ ലേക്കിലേക്ക് നമ്മളൊരു 1 hour ഹൈക്ക് ചെയ്തിട്ടാണ് കേട്ടോ എത്തേണ്ടത്. പോകുന്ന വഴിക്ക് ഇതേപോലെ മഞ്ഞൊക്കെ മൂടിയാണ് കേട്ടോ കിടന്നത്. ഞാനൊരു കാഷ്വൽ ഷൂ ഇട്ടാണ് നടന്നത്. പക്ഷേ ഗ്രിപ്പുള്ള ഷൂ ഇടാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് നടക്കാൻ പറ്റും. നമ്മൾ മെയ് ഫസ്റ്റ് വീക്കിലാണ് കേട്ടോ ട്രിപ്പ് പോയത്. അവിടെ എത്തിയപ്പോൾ ലേക്ക് ഫ്രോസൺ ആയിരുന്നു. പക്ഷെ ആ ഫ്രോസൺ ലേക്ക് കാണാൻ പോലും ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. നമ്മൾ അവിടെ നേരം കുറച്ച് നേരമൊക്കെ ഇരുന്നു, ഒരു സ്നാക്കൊക്കെ കഴിച്ചു. ഭയങ്കര ഒരു പീസ്ഫുൾ മൊമെൻ്റ് ആയിരുന്നു കേട്ടോ അത്. നമ്മളിവിടെ ഗ്രിൻഡൽവാൾഡിൽ വന്നേക്കുവാണ്. നമ്മൾ അവിടെ നിന്ന് ഒരു കേബിൾ കാർ എടുത്ത് വന്നു. എന്നിട്ട് നമ്മൾ ഒരു കേബിൾ കാർ വന്നിട്ട് ഇവിടെ ഗ്രിൻഡൽവാൾഡ് ഫിയസ്റ്റിൽ പോയി. നമ്മൾ ക്ലിഫ് വാക്ക് ചെയ്തു. അവിടെ നിന്ന് നമ്മൾ ലേക്ക് കാണാൻ പോയി. തിരിച്ചു വന്നു. ഇപ്പം നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കുന്നു. ബാക്കി ശേഷം താഴെ വെച്ച് കാണാം. തിരിച്ചു വന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഒരു ചെറിയൊരു ബർഗറൊക്കെ വാങ്ങി കഴിച്ചിട്ട് ഒരെണ്ണേ വാങ്ങിയുള്ളൂ, കാരണം ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ തിരിച്ചിറങ്ങിയിട്ട് പിന്നെ ഒരു കഫേയിലേക്കാണ് കേട്ടോ പോയത്. നമ്മൾ യൂട്യൂബിൽ കണ്ട് പോയതാണ് കേട്ടോ. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. ഈ കോഫിയും മുന്നിലൊരു മൗണ്ടെയിൻ വ്യൂ ഒക്കെ കണ്ടിങ്ങനെ കോഫി ഇരുന്ന് കുടിക്കാൻ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഈവനിങ് ആയി. നമ്മൾ പിന്നെ പോയത് ഹാഡർകൂളമിലായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ ഹാഡർകൂളം പോവാണ്. ഈ ഫുനിക്കുലാറിന് നമ്മൾ ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുത്തു. പക്ഷെ ആ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഇതിൽ കയറാനായിട്ടൊരു ക്യൂ ഉണ്ടായിരുന്നേ. അത് വൻ ക്യൂ ആയിരുന്നു. ഞാൻ ആലോചിക്കായിരുന്നു ഷോൾഡർ സീസണിൽ ഇത്രയും ക്യൂ ആണെങ്കിൽ പീക്ക് സീസണിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത്. അങ്ങനെ നമ്മൾ ടോപ്പിലെത്തി. ഇവിടെ നിന്ന് നോക്കിയാണ്ടല്ലോ ഇന്റർലാക്കിൻ്റെ മൊത്തത്തിലൊരു വ്യൂ നമുക്ക് കിട്ടും. നമ്മളിതിൻ്റെ ടോപ്പിലെത്തിയേക്കാണ്. ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാവേ. ഈ ഒരു ഗോൾഡൻ സൺസെറ്റും ആ 2 ലേക്കും ഈ ടൗണൊക്കെ ഉണ്ടല്ലോ, നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഇന്നത്തെ ലോങ് ഡേ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് ഡിന്നറായിട്ട് കഴിക്കാനായിട്ട്. ഇനി വീട്ടിലൊക്കെ പോയി അതൊക്കെ ഒന്ന് കഴിച്ച് കുളിച്ച് സെറ്റായി ഒന്ന് ഉറങ്ങണം. ഹലോ, നമ്മളിന്ന് സ്വിറ്റ്സർലൻഡിൻ്റെ ഫേമസ് സ്ഥലമായിട്ടുള്ള ലൂട്രബർഗ് കാണാൻ പോവാണേ. സെക്കൻഡ് ഡേ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. കാരണം സ്വിറ്റ്സർലൻഡ് എന്ന് പറയുമ്പം നമ്മൾ ആ പിക്ചറിലൊക്കെ കാണിക്കുന്ന ആ ഒരു സ്ഥലമില്ലേ, അതാണ് ലൂട്രബർഗ്. ഇത് നമ്മൾ നേരിട്ട് കാണുമ്പോണ്ടല്ലോ നമ്മൾ വാവെന്ന് അറിയാണ്ട് ഇങ്ങനെ പറഞ്ഞോ, അത്രയ്ക്കും ഭംഗിയാണ് കാണാനായിട്ട്. ഇനി നമ്മൾ ട്രെംബബർഗ് വാട്ടർഫോൾസ് കാണാനാണ് പോകുന്നത്. ലൗട്രബർഗിന് വാലി ഓഫ് 72 വാട്ടർഫോൾസ് എന്നാണ് കേട്ടോ പറയുന്നത്. പക്ഷെ അതിൽ ചില വാട്ടർഫോൾസ് ഒക്കെ മൗണ്ടെയിൻ്റെ ഉള്ളിലാണ് ഫ്ലോ ചെയ്യുന്നത്. അതാണ് ഈ ട്രെംബബർഗ് വാട്ടർഫോൾസ്. ഇതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പായിരുന്നു. ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇവിടെ നിന്ന് കിട്ടിയത് നമുക്ക്. അങ്ങനെ ലൗട്രബർഗിൽ നിന്ന് നമ്മളൊരു 20 മിനിറ്റ്സ് ട്രെയിൻ എടുത്തിട്ട് മ്യൂറൻ എന്ന് പറയുന്ന ഒരു വില്ലേജിലേക്കാണ് കേട്ടോ വന്നത്. അങ്ങനെ നമ്മൾ മ്യൂറിനെത്തിയേക്കാണ്. ഇതൊരു കാർ ഫ്രീ വില്ലേജാണ് കേട്ടോ. അതുകൊണ്ട് ഭയങ്കര പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. ഈ ഒരു വില്ലേജ് മൗണ്ടെയിനിലാണ് കേട്ടോ ഇരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു കേബിൾ കാറിനാണ് കേട്ടോ നമ്മൾ വരുന്നത്. നമ്മൾ പിന്നെ പോയത് വെങ്കൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. തിരിച്ച് നമ്മൾ ലൗട്രബർഗിൽ വന്നിട്ട് അവിടെ നിന്നാണ് വെങ്കനുള്ള ട്രെയിൻ കയറേണ്ടത്. പക്ഷേ ഈ ട്രെയിനിൽ പോകുന്ന യാത്ര നമ്മൾ ഒട്ടും ബോറടിപ്പിക്കില്ല. കാരണം പുറത്ത് നോക്കിയാൽ നല്ല വ്യൂ ആയിരുന്നു. ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു 6 ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോഴേക്കും അവിടെയുള്ള എല്ലാ ഷോപ്സും അടച്ചിട്ടുണ്ടായി. ഒരു അമ്മച്ചി ഒരു വയലിൻ വായിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേൾക്കാനായിട്ട്. ഞങ്ങളത് കുറേ നേരം ഇങ്ങനെ കേട്ടിരുന്നു.
നമ്മൾ ലാസ്റ്റ് ഡേ ഇൻ ഇന്റർലേക്കിലാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു കാനിയോൺ, പിന്നെ ഒരു ലേക്ക്. അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള കാണിക്കും. ഈ ഒരു പ്ലേസ് നമുക്ക് വേറൊരു ടൈപ്പ് എക്സ്പീരിയൻസ് ആണ് തരുന്നത്. നമ്മൾ ബാക്കി 2 ദിവസം മൗണ്ടെയ്ൻസും ലേക്സൊക്കെ അല്ലേ കണ്ടത്. ഇവിടെ വേറൊരു ടൈപ്പ് ഫീലായിരുന്നു. ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വെതറൊക്കെ മാറി മഴയൊക്കെ പെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു കേവ് വിസിറ്റ് ചെയ്യാന്നാണ് വെച്ചത് അന്നത്തെ ദിവസം. ഞങ്ങൾ ലാസ്റ്റ് ഡേ ഐസൽ വാൾട്ട് എന്ന് പറയുന്ന ഒരു സീനിക് വില്ലേജും കൂടി വിസിറ്റ് ചെയ്തിട്ടോ. അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ചു വന്നു. പക്ഷെ ഞങ്ങളുടെ ഈ യാത്ര ഇവിടെ തീർന്നിട്ടില്ല. സ്വിറ്റ്സർലൻഡിനെ മറ്റൊരു ഡ്രീം ഡെസ്റ്റിനേഷനായ സെർമാറ്റും കൂടി ഞങ്ങൾ വിസിറ്റ് ചെയ്തിട്ടോ. അവിടെയാണ് ടോബിൾറോൺ ചോക്ലേറ്റിലെ ഫേമസ് ആയിട്ടുള്ള മൗണ്ടെയിൻ ഉള്ളത്. ഇനി സെർമാറ്റിലെ വിശേഷവുമായി അടുത്ത വ്ലോഗിൽ കാണാം. ബൈ.